കത്തോലിക്ക സഭ യുടെ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് ഷെക്കീന ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ. ഈ അടുത്ത് ഞാൻ കണ്ടു വരുന്ന ആ ചാനലിൽ ഒരു ഫാദർ തറേക്കടവിൽ എന്നൊരു വൈദികൻ, അദ്ദേഹം വളരെ മാന്യനും ഒപ്പം തന്നെ പുതിയ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിലും ഹൈന്ദവ സമൂഹത്തിലുമുള്ള പുതിയ തലമുറയ്ക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ചതിക്കുഴികളും ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉപദേശങ്ങൾ നൽകുന്ന വളരെ പ്രാധാന്യം, ഇന്നത്തെ തലമുറയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു ചാനലാണ് ഷെക്കീന ന്യൂസിലെ തറേക്കടവിൽ അച്ഛൻ നൽകുന്ന ഉപദേശങ്ങൾ. അത് വളരെയധികം ഗൗരവത്തോടു കൂടി നിങ്ങൾ കാണുകയും നമ്മളുടെ വളർന്നു വരുന്ന പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ തലമുറയ്ക്ക് ഇത് ഷെയർ ചെയ്ത് അവരെ കാണിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ അദ്ദേഹം പറഞ്ഞു വരുന്ന കാര്യങ്ങൾ, ബെന്നി ബെഹനാൻ ഇത് ഇവിടെ നമ്മുടെ പാർലമെന്റിൽ വന്നപ്പോൾ കിഷൻ റെഡ്ഡി എന്ന മന്ത്രി ഉണ്ടായിരുന്നു, ആ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കോട്ട് ചെയ്തിട്ടാണ് പലപ്പോഴും എതിർഭാഗത്തുള്ള ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനൊരു സംഭവമില്ല എന്ന് പറയുന്നത്. കിഷൻ റെഡ്ഡി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിൽ ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. സത്യമാണ്. ലവ് ജിഹാദ് എന്ന് ഇന്ത്യൻ ഭരണഘടന ഇല്ലാത്ത ഈ കാട്ടർബി നിയമമല്ല, എവിടേക്കോ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്ന ഈ പുസ്തകത്തിലെ പോലെയല്ല ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. അത് കാപ്പറ്റ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ചില സമുദായിക ശക്തികൾ, അതിൽ ലവ് ജിഹാദ് എന്ന പദമില്ല. അതുമല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ബോർഡും വെച്ചിട്ട് ഇത് ലവ് ജിഹാദ് ഓഫീസ് കമോൺ എന്നും പറഞ്ഞും ഒരു ഓഫീസും പ്രവർത്തിക്കുന്നില്ല. അത് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് അതില്ല എന്നാണോ അർത്ഥം എന്നാണ് ഈ തറേക്കടവിൽ അച്ഛൻ ഇതിൽ ചോദിക്കുന്നത്. ഇദ്ദേഹം 10-15 വർഷം തിയോളജി പഠിക്കുകയും മനുഷ്യൻ്റെ സോഷ്യൽ ഇഷ്യൂസിൽ ഇൻവോൾവ്ഡാണ്, സാമൂഹ്യ വിഷയങ്ങൾ പഠിച്ച ശേഷം പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളോട് ലവ് ജിഹാദ് എന്ന പദം ധൈര്യപൂർവ്വം പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ്. ഒപ്പം തന്നെ നിർമ്മല സീതാരാമൻ നമ്മുടെ ഇന്നത്തെ ധനകാര്യമന്ത്രിയാണ്, കേന്ദ്ര ധനകാര്യമന്ത്രി. ഇവർ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ ഈ സംഘടിതമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ ചതിക്കുഴിയിൽ വീഴ്ത്തി ഉപയോഗിക്കുന്നു. ഇവരുടെ ധൈര്യം എന്ന് പറയുന്നത് വെട്ടിത്തുറന്ന് നമ്മളുടെ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ അവർ ചിരിക്കാണ് ഇപ്പുറത്ത് നിന്നിട്ട്. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ഞങ്ങൾ കള്ളന്മാരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇവർ വെൽ സെറ്റപ്പാണ്. PFI ഇടപെട്ടിരിക്കുന്നു, SDPI ഇടപെട്ടിരിക്കുന്നു. പക്ഷെ തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര തന്ത്രപരമായിട്ടാണ് ഇവരുടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം എല്ലാം നടത്തുക. തെളിവില്ലാതെയും വോയിസ് ക്ലിപ്പുകൾ ഇടാതെയും വളരെ ചുരുക്കം മാത്രമാണ് നമുക്കിതിൽ തെളിവ്. PFI ഇൻവോൾവ്ഡ് ആണെന്നോ അതല്ലെങ്കിൽ ആരൊക്കെ ഇൻവോൾവ്ഡ് ആണെന്നും പറഞ്ഞ് നമുക്കിത് കോടതികളിൽ കൊണ്ടുവന്ന് ജയിക്കാൻ പറ്റുള്ളൂ. തന്നെയുമല്ല, അഭിമാനബോധവും അപകർഷതാബോധവും ഉള്ളത് കൊണ്ട് സഹോദരിമാർ അവരുടെ പറ്റിയത് പറ്റി എന്ന് മാറി നിൽക്കുന്നത് ഇവരുടെ ഏറ്റവും വലിയ ആയുധം. ഒപ്പം തന്നെ വലിയ ഒരു ഇതായിട്ടുള്ള കാര്യം, പ്രാധാന്യമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ മരണപ്പെട്ട 5-8 കേസുകളിൽ ഈ പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മതചിഹ്നങ്ങൾ പച്ചകുത്തിയിരിക്കുന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് നമുക്ക് പല ചാനലുകളും വാർത്താമാധ്യമങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി ഇരയാവേണ്ടടുത്ത് ഇര കളിക്കും, ഈ ചൂഷണം ചെയ്യേണ്ടടുത്ത് ചൂഷണം ചെയ്യും. അവർ ചിലപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഷ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അയ്യോ പാവം LGBTQ ഒന്നും ചെയ്യില്ലേ, അതായത് അവരുടെ LGBTQIക്കൊക്കെ വേണ്ടി നിൽക്കുന്ന കാണാം. അതല്ലെങ്കിൽ കർത്തവ അവരുടെ ആവശ്യമെന്ന് പറയുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി അവരുടെ വഞ്ചനാപരമായ സാത്താനിക പഠനങ്ങൾ അടിച്ചേൽപ്പിക്കുക, എരവാദം ഉയർത്തുക. ഇപ്പൊ അതിന്റെ പാശ്ചാത്യ രാജ്യത്ത് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ഇരിക്കണമെന്ന് താടിയുള്ളപ്പനെ പേടിന് നമ്മളൊരു ഇന്ത്യക്കാരിനെ പോലും, അത് അവരൊരു ഹൈന്ദവ നാമധാരയായ ഇന്ത്യക്കാരി പഠിക്കാൻ വന്നവളാ. അവള് ഹമാസിന് വേണ്ടി ഇവിടെ ജയിൽ ചൈന കയറ്റി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് ഖലീൽ എന്ന് പറഞ്ഞ ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിരുന്നു. അവൻ വിചാരിച്ചു ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പൊ JD വാൻസ് പറഞ്ഞിട്ട് ഗ്രീൻ കാർഡ് ഉണ്ടെന്ന് വിചാരിച്ചു നീ ഇവിടെ അഹങ്കാരം കാണിക്കണ്ട, കയറ്റി വിട്ടു. അതിനെ കേസെടുത്ത് ഉള്ളിലിട്ട് ഇപ്പൊ കയറ്റി വിടുന്നതാണ് കാണുന്നത്. അതവിടെ നിൽക്കട്ടെ.
നമ്മളിനി തിരിച്ച് കേരളത്തിലെ ലവ് ജിഹാദ് നമ്മുടെ സഹോദരിമാർക്കുള്ള ഇത് ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് സഹോദരിമാർക്ക് വേണ്ട ഒരു ഉപദേശം ഈ തറയക്കടവിൽ അച്ഛൻ ഷെക്കീന ന്യൂസിൽ കൊടുക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം. നമുക്കറിയാം ഈ കേരളത്തിൽ ഈ പർദ്ദ ഇപ്പോൾ അധികമായിട്ട് വളർന്നു വരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല ആരാ ഈ കണ്ണ് മാത്രം കാണിച്ച് വരണേന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷെ അതിനെതിരെ നമുക്കൊരു ആശാവഹമായ ഇതെന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരിമാർ തന്നെ ഇറങ്ങിയിട്ട് പർദ്ദ കത്തിച്ചു. ഇറാനിൽ കത്തിച്ചതിന് ഇതായിട്ട് ഇപ്പം എക്സ് മുസ്ലിം വളർന്നു വരുന്ന സാഹചര്യം നമുക്കൊക്കെ വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. കേരളത്തിൽ വീണ്ടും സാഹോദര്യം നമുക്ക് ഒരു നിലയിലേക്ക് എത്തിക്കാം എന്നുള്ള പർദ്ദ കത്തിച്ച് പ്രതിഷേധിച്ച കേരളം അതിൻ്റെ ഇപ്പുറത്ത് വളരുന്നുണ്ടെന്ന് ഉള്ളതാണ്. ഒപ്പം തന്നെ ഒട്ടനവധി കത്തോലിക്ക സഭ പ്രത്യേകിച്ച് കാസ പോലെയുള്ള സംഘടന പ്രത്യേകമായിട്ട് വന്നിട്ട് ഇതിനുള്ള അവബോധം അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള തറയക്കടവിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങളും. ഒപ്പം തന്നെ കത്തോലിക്ക സഭ ഒന്നും കൂടി ഉണർന്ന് ഇതിനെപ്പറ്റി പരസ്യമായിട്ട് പറയാവുന്ന രീതിയും ഇനി ഇതിനെ പ്രതിരോധിക്കേണ്ട രീതി, അതായത് ഇതിൽ പെട്ട കുറച്ച് സഹോദരിമാര് അവര് ഒട്ടനവധിയാണ്. നമ്മൾക്കറിയാം ജൂൺ 12 കലാകൗമുദിയുടെ ജൂൺ 2012 ജൂണിലെ ലക്കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 150ഓളം പെൺകുട്ടികൾ ഒരു മാസം PFI അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇസ്ലാമിക സംഘടനകൾ ചൂഷണവും ചതിയിലും പെടുത്തിയിട്ട് അവരെ കൊണ്ടുപോയി. അവർ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ട്രാപ്ഡാണ്. അവരെ മറ്റുള്ളവരായിട്ടൊന്നും സംസാരിക്കില്ല. അവരെ പിന്നെ കൊണ്ടുവന്ന് ഇരുത്താൻ വല്ല മീഡിയ 1 ചാനലിൽ ഇപ്പം സൈനി ബെന്നി എന്ന് പറഞ്ഞ ഡൽഹിയിൽ നിന്ന് പോയ പെൺകുട്ടി പിന്നെ അവള് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടിരുത്തുന്നു, മുഖം മറച്ചിരിക്കുന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്താന്ന് മീഡിയ 1 മാത്രം കാണിക്കുന്നു. മറ്റ് ചാനലുകളല്ല, മീഡിയ 1 മാത്രം കാണിക്കുന്നു. അത്രമാത്രം അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പിന്നിലൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് ഓരോ സെറ്റപ്പും സ്റ്റുഡിയോ ഉണ്ടാക്കി ഇത് കാണിക്കുന്നതെന്നുള്ളത്. മീഡിയ 1 വന്നിൽ ആ സൈന ബെന്നി പിന്നെ അവളുടെ ഒന്നും ഒരു വിവരവും ഇല്ല. എവിടെ പോയി? ഒട്ടനവധി കേസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവർ പറയും ഒറ്റും തെറ്റും സോണിയ സെബാസ്റ്റ്യനും അതുള്ളൂന്ന്. ഒട്ടനവധി കേരള കൗമുദിയോ കലാകൗമുദിയോ 2012 ജൂണിൽ ഇതിനെപ്പറ്റി പഠനം നടത്തി വ്യക്തമായിട്ട് റിപ്പോർട്ട് കൊടുത്തതാണ്. ആ റിപ്പോർട്ട് മുഴുവനും അന്നത്തെ പത്രം മുഴുവനും PFIയോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിക സംഘടനകൾ മൊത്തം കടയിൽ നിന്ന് വാങ്ങി മറ്റുള്ളവരെ കാണിക്കാതെ വെച്ചു. അത് നമ്മൾ പരസ്യമായിട്ട് പറയേണ്ട സാഹചര്യം. ഒപ്പം ഇവർ സംഘടിതമായിട്ട് നമ്മുടെ ചാനലുകളെ ഒരിക്കൽ ഞാൻ TG മോഹൻദാസ് സാറ് ഒരു ചാനലിരുന്ന് പറയുന്ന ഒരു വാർത്ത കാണായിരുന്നു. അതിൽ പറയാണ്, അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു ചാനലിൽ നിന്ന്, പക്ഷെ അദ്ദേഹം പറഞ്ഞ കണക്കുകൾ വെച്ച് റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാറാണ്. എവിടെയോ വെച്ചിട്ട് ഇസ്ലാമിതരെ എന്തോ പറഞ്ഞതോട് കൂടിയിട്ട് PFI വന്ന് അദ്ദേഹത്തിനെ സ്റ്റുഡിയോ ഫ്ലോറിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നതാണ് TG മോഹൻദാസ് പറഞ്ഞത്. അതായത് ഇവർ സംഘടിതമായിട്ട് വന്നിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഞങ്ങളെ പറ്റി ഒരു ചാനൽ വാർത്ത പറഞ്ഞു എന്ന് കേട്ടു അത്തരം എഡിറ്റർമാരെ പോയിട്ട് നികേഷ് കുമാറൊക്കെ നമുക്കറിയാം വലിയ കമ്മ്യൂണിസ്റ്റാണെന്നും പറയുന്ന ആളായിരുന്നു. ഇപ്പൊ റിപ്പോർട്ടർ വിട്ട് പോയി ആള്. റിപ്പോർട്ടർ ഇതാക്കി ആവുന്നത്ര ആൾക്കെന്തോ ഗൂഢലക്ഷ്യങ്ങൾ ഇനി രാഷ്ട്രീയ മോഹങ്ങളാണോ എന്നറിയില്ല. പക്ഷേ TG മോഹൻദാസ് പറഞ്ഞ വ്യക്തി ആ സൂചനകൾ വെച്ച് അത് റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ ചാനലിൽ PFIയുടെ ആൾക്കാർ ഇസ്ലാമിസ്റ്റുകളും സംഘടിതമായി വന്നിട്ട് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള വാർത്ത ഇനി വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സാമ്പത്തികമായിട്ടും മാറ്റിമറിക്കും വാർത്തകളെ. ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നേടാനായിട്ട് അവർക്ക് ആളും ഇതുണ്ട്. ഇതുപോലെ തന്നെ കോടതികളിൽ വരുമ്പോഴും ഇവർ 10-30 ആൾക്കാരാണ് ഈ ലവ് ജിഹാദിൽ പെട്ട പെൺകുട്ടികളെയും കൊണ്ടുവരാം. പിന്നെ ആരാ ഇവരെ ഈ പെൺകുട്ടിക്ക് അതിൻ്റെ ആ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് സംരക്ഷണം കൊടുക്കുന്നത്. അപ്പം ഇത്തരത്തില് നമ്മൾ തറയക്കടവിൽ അച്ഛൻ്റെ പോലെയുള്ള ഈ സംഭാഷണങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് അടുത്ത തലമുറയെ ശക്തമായിട്ടും നമ്മൾ അവർക്കൊരു അവബോധം ഉണ്ടാക്കി ഇല്ല എങ്കിൽ ഇത് ഒരു ഇസ്ലാമിക സ്ഥിതിയിലേക്ക് പോകും എന്നുള്ളത് ഞാൻ നിങ്ങളോട് വീണ്ടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ അടുത്ത തലമുറയിൽ ഒരു അവബോധം സൃഷ്ടിക്കേണ്ടതിന് തറയക്കടവിൽ അച്ഛനെ പോലെയുള്ളവരുടെ പ്രസംഗങ്ങൾ
പകർന്നു നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.